തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. 8-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 7 ദൂതന്മാരുടെ 7 കാഹളങ്ങളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാഹളങ്ങൾ ദൂതന്മാർ ഊതുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധികൾ ഓരോന്നോരോന്നായി ഭൂമിയിൽ പകരപ്പെടുകയാണ്. ഈ ബാധകളാൽ 1/3 ജനം മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ജനം ദൈവത്തെ അനുസരിക്കാതെയും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയാതെയും ബിംബങ്ങളിലാണ് അവർ ആശ്രയിക്കുന്നത്. കയ്പ് കലർന്ന രക്തവെള്ളത്താൽ കുടിവെള്ളം പോലും ലഭിക്കാതെ തീമഴയും കൽമഴയും ഭൂമിയിൽ ചൊരിഞ്ഞ് വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് കൂരിരുട്ടിൽ ജനം മരവിച്ചിരിക്കുന്ന അവസരത്തിൽ തുടർന്ന് 3 കഷ്ടങ്ങൾ പിന്നാലെ വരുന്നു എന്ന് ഒരു കഴുക് വിളംബരം ചെയ്യുകയാണ്. തുടർന്ന് 5-ാം ദൂതൻ കാഹളം ഊതുന്നു. ഭൂമിയിൽ 1-ാമത്തെ കഷ്ടം ആരംഭിക്കുന്നു. 9-ാം അധ്യായം. 5-ാം ദൂതൻ കാഹളം ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ഈ നക്ഷത്രത്തെ അവൻ എന്നാണ് ബൈബിളിൽ സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. സൂര്യനും ആകാശവും പുകയാൽ ഇരുണ്ടുപോയി. പുകയിൽ നിന്നും വെട്ടുക്കിളികൾ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഭൂമിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോലുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, മരണം കാണുകയില്ല. മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. 9-ാം അധ്യായം 1 മുതൽ 6 വരെ. പാതാള നരകത്തെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അഗാധകൂപം എന്ന സെല്ലിൽ അടച്ചിട്ടിരിക്കുന്ന പൈശാചിക പടയായ വെട്ടുക്കിളികളെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. ആ വെട്ടുക്കിളികളെയാണ് എതിർക്രിസ്തുവിൻ്റെ ഈ ഭരണപീഠകാലത്ത് ഭൂമിയിലേക്ക് തുറന്നു വിടുന്നത്. ഇതിൻ്റെ വാലിന് തേളിനുള്ളതുപോലെയുള്ള ശക്തിയുണ്ട്. അത് കുത്തുമ്പോഴുള്ള വേദന തേൾ കുത്തുന്നത് പോലെ. ഈ വേദന പെട്ടെന്ന് മാറുകയില്ല. 5 മാസം വരെ ഈ വേദന നീണ്ടു നിൽക്കും. വേദന സഹിക്കാനാവാതെ മനുഷ്യർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. എന്നാൽ വിഷം കുടിച്ചാൽ പോലും മരിക്കുകയില്ല. കാരണം ദൈവം 5 മാസത്തേക്ക് മരണത്തെ എടുത്തു കളയുകയാണ്. ഈ വെട്ടുക്കിളികളുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം പോലെ, മുഖം മാനുഷമുഖം, തലയിൽ സ്ത്രീകളുടെ മുടി പോലെ മുടിയുണ്ട്, പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ, ഇരുമ്പ് കവചം പോലുള്ള കവചം, ചിറകിൻ്റെ ഒച്ച പടയ്ക്കോടുന്ന കുതിരകളുടെ ഒച്ച പോലെ, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഇതിനുണ്ട്. പാതാളത്തിലെ തീയിൽ നിന്നുള്ള കറുത്ത പുക ഭൂമിയിലേക്ക് പുറപ്പെടും. അതിനാൽ ആ കറുത്ത പുകയിൽ നിന്നാണ് വെട്ടുക്കിളികൾ പുറത്തേക്ക് വരുന്നത്. അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ആദ്യം ഭൂമിയിലേക്ക് വരുന്നത് കറുത്ത പുകയാണല്ലോ. കറുത്ത പുക കഴിഞ്ഞിട്ടാണ് തീയും. ഈയിടെ നാം ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് അവിടെ ഈ പുകയും തീയും പുറപ്പെടുന്നതോടൊപ്പം ലാവ, ഇതിൽ കൂടെ പുഴുക്കൾ, ജീവനുള്ള പുഴുക്കളും ഈ തീയിൽ നിന്ന് പുറപ്പെടുന്നതായി നമുക്കറിവുള്ളതാണല്ലോ. അതുപോലെ ഈ അഗ്നിപർവ്വതം പോലെ ത്തിൽ നിന്ന് വരുന്നത് പോലെ ആ പാതാളത്തിനകത്തു നിന്ന് കറുത്ത പുക, ആ പുകയിൽ കൂടെ ഈ ജീവനുള്ള തീയിലാണ് അവ ജീവിക്കുന്നത്. ആ വെട്ടുക്കിളികൾ ഇങ്ങനെ ഉയർന്ന് ഭൂമിയിലേക്ക് വരും. കുതിര, മനുഷ്യൻ, സ്ത്രീ, സിംഹം, തേൾ എന്നിവ ചേർന്നുള്ള ഒരു മിശ്രിത രൂപമാണ് ഈ വെട്ടുക്കിളികളുടെ രൂപം.
അത് ഒരു തരം വിട്ടിൽ പോലെ ഇരിക്കും, വലിയ ഒരു വിട്ടിൽ പോലെ ഇരിക്കും. 144,000 പേര് ദൈവം ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും മുദ്രയിട്ട് മാറ്റിയിരുന്നല്ലോ. ഇവരെ ഇവ തൊടുകയില്ല. മുദ്രയില്ലാത്ത സകല മനുഷ്യരും ഈ ദണ്ഡനം അനുഭവിക്കും. അവ വരുന്ന ശബ്ദം കുതിരപ്പട പോലുള്ള ശബ്ദം. അത് കേൾക്കുമ്പോൾ തന്നെ ജനം ഭയന്ന് വിറയ്ക്കും. കാരണം ഈ വേദന 5 മാസം വരെ ഇത് കുത്തിയവരുടെ വേദനയെല്ലാം ഇങ്ങനെ അവർ പ്രാണവേദനയോട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു വരുന്ന ആ കുതിരപ്പട വരുന്ന പോലെയുള്ള ശബ്ദം, ആ ചിറകടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് പേടിച്ചിവർ വാവിട്ട് നിലവിളിക്കും. കഷ്ടം ഒന്ന് കഴിഞ്ഞു, 2ാം കഷ്ടം പിന്നാലെ വരുന്നു. 6ാം കാഹളം. വെളിപ്പാട് 9-ാം അധ്യായം 13 മുതൽ 21 വരെ. 6ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ യൂഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരെ 3-1 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 20 കോടി എന്നും ഞാൻ കേട്ടു. ഞാൻ കുതിരയെയും കുതിരപ്പുറത്തിരിക്കുന്നവനെയും ദർശനത്തിൽ കണ്ടത് അവയ്ക്ക് തീനിറവും രക്തനീലയും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. അവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ 1/3 കൊല്ലപ്പെട്ടു. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. ഇവയാലത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം എന്നിവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. 9-ാം അധ്യായം 13 മുതൽ 21 വരെ. യൂഫ്രട്ടീസ് നദീതീരത്ത് 4 ദൂതന്മാരെ ബന്ധിച്ചിട്ടിരിക്കുന്നതായി യൂദാലേഖനം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 പ്രധാന ദൂതന്മാരും അവരുടെ സംഘങ്ങളുമായി 20 കോടി കുതിരപ്പടയാണ് ഉള്ളത്. യൂഫ്രട്ടീസ് നദി ബാബിലോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ അശുദ്ധാത്മാക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. അശുദ്ധാത്മാക്കളുടെ കോട്ട എന്ന് ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ബാബിലോൺ എന്ന സ്ഥലം ഇന്നത്തെ ഇറാഖാണ്. പിശാചുക്കളുടെ കാരാഗൃഹം എന്ന് ബൈബിൾ ഈ പട്ടണത്തെക്കുറിച്ച് പറയുന്നു. യെശയ്യാവ് 13-ാം അധ്യായം 21-ാം വാക്യം, വെളിപ്പാട് 18-ാം അധ്യായം 2-ാം വാക്യം. ഇവിടെ നിന്നും തുറന്നുവിടുന്ന കുതിരപ്പടയുടെ സംഖ്യ 20 കോടിയാണ്. നരകത്തെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അന്ധകാര പാതാളത്തിൽ 20 കോടി പിശാചുക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്നതായി നാം പഠിച്ചുവല്ലോ. അവയാണ് എതിർക്രിസ്തുവിൻ്റെ പീഡാകാലത്ത് ഭൂമിയിലേക്ക് തുറന്നുവിടുന്നത്. കുതിരപ്പടയുടെ രൂപം, അതിൻ്റെ നിറം തീനിറം, ഉടൽ കുതിരയെപ്പോലെ, തല സിംഹത്തിൻ്റെ തല, വാൽ സർപ്പത്തിൻ്റെ തലയുള്ളത്. വായിൽ നിന്ന് തീ, ഗന്ധകം, പുക ഇവ പുറപ്പെടുന്നു. ഇതിൻ്റെ ശക്തി വായിലും വാലിലും ആകുന്നു. വായിൽ നിന്ന് തീയും ഗന്ധകവും പുകയും പുറപ്പെടുന്ന ആ ബാധയാലും വാലിൽ സർപ്പത്തിൻ്റെ തലയായതിനാൽ ആ സർപ്പത്തിൻ്റെ കടിയേറ്റും. ഇങ്ങനെ ആണ് ഈ ജനം അനുഭവിക്കുവാൻ പോകുന്നത്. മുൻപ് നാം പഠിച്ച വെട്ടുക്കിളികൾക്ക് കൊല്ലുവാൻ കഴിയില്ല. എന്നാൽ കുതിരപ്പടയ്ക്ക് കൊല്ലുവാൻ അധികാരം നൽകിയിരിക്കുകയാണ്. വെട്ടുക്കിളികളുടെ കുത്തേറ്റ് പ്രാണവേദനയോടെ മരണത്തെക്കുറിച്ച് അതിനെ ഓർത്ത് കാത്തിരിക്കുമ്പോൾ, മരണം അപ്പോഴില്ലല്ലോ, മരിക്കാൻ പോയാലും മരണമില്ല, ദൈവം എടുത്തു കളഞ്ഞു, ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ വേദനയോടെ മരണത്തെ കാത്തിരിക്കുമ്പോൾ കുതിരപ്പടയുടെ കടിയേറ്റ് ജനം മരിച്ചു തുടങ്ങുകയാണ്. വായിൽ നിന്ന് തീയും ഗന്ധകവും പുറപ്പെടുന്നതിനാൽ ഇത് കാരണത്താലും വാൽ സർപ്പമായതിനാൽ ഇതിൻ്റെ കടിയേറ്റും വീണ്ടും ജനം 1/3 മരിക്കും. ഭൂമിയിലെ ജനങ്ങളിൽ സകല ബാധകളാലും പകുതിയോളം ജനം മരിച്ചു കഴിഞ്ഞു. ശേഷിച്ച ജനം
ദൈവത്തെ ദുഷിച്ചതല്ലാതെ ആരും മാനസാന്തരപ്പെട്ടില്ല. മാത്രവുമല്ല, ക്ഷുദ്രപ്രയോഗത്താലും ബിംബാരാധനയാലും ദൈവത്തിൽ നിന്ന് അകലുകയത്രേ ചെയ്തത്. 10-ാം അധ്യായം. ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെപ്പോലെയും കാൽ തീത്തൂണുപോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. അപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടിനാദം മുഴക്കിയത് എഴുതാതെ മുദ്രയിടുക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും എന്ന് ആകാശവും ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. വെളിപ്പാട് 10-ാം അധ്യായം 5 മുതൽ 7 വരെ. അതായത് ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന്. ഒടുവിലത്തെ 7-ാം കാഹളം ഊതുന്നതോടുകൂടി ഭൂമിയുടെ നിലനിൽപ്പ് അന്ത്യത്തിലെത്തിയിരിക്കുകയാണ്. ബലവാനായ ഈ ദൂതൻ ഭൂമിമേലും സമുദ്രത്തിന്മേലും ചവിട്ടി നിന്നുകൊണ്ട് സിംഹം അലറും പോലെ അലറിക്കൊണ്ട് ഇനി കാലം ഉണ്ടാകയില്ല എന്ന് സത്യം ചെയ്ത് പറയുകയാണ്. ഇപ്രകാരം ആർത്തപ്പോൾ 7 ഇടിനാദവും മുഴങ്ങി. 10-8. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട്, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ചെന്ന് ആ പുസ്തകം വാങ്ങി. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിൻ്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്നും ആ ചെറു പുസ്തകം വാങ്ങി തിന്നു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ദൂതൻ്റെ കയ്യിലിരുന്ന പുസ്തകം അവൻ വാങ്ങി തിന്നു എന്നത് ആ പുസ്തകത്തിലുള്ളത് അടുത്ത് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് വാങ്ങി വായിക്കുക എന്നാണ് ആ തിന്നുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വാങ്ങി അവൻ വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമായി. അതാണ് തിന്നപ്പോൾ അവന് വായിൽ തേൻ പോലെ മധുരമായി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചപ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയുടെ കാഠിന്യം അവന് മനസ്സിലായതിനാൽ അവന് വിഷമമുണ്ടാക്കി. അതാണ് അവന് വയറ്റിൽ ചെന്നപ്പോൾ അത് കയ്പായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന ഈ ന്യായവിധികളെക്കുറിച്ച് നീ ഇനിയും ഈ പത്മോസ് ദ്വീപിൽ നിന്നും നീ പോയി നിൻ്റെ ദേശത്ത് പോയി പ്രവചിക്കേണ്ടി വരും എന്ന് യോഹന്നാനെ അറിയിച്ചു. യോഹന്നാൻ യേശുവിൻ്റെ സുവിശേഷ നിമിത്തം 18 മാസം പത്മോസ് ദ്വീപിലായിരുന്നു. ഈ ഇതിന് ശേഷം അവൻ മോചിതനായി തൻ്റെ ദേശത്ത് ചെന്ന് ജാതികളോട് ഈ സുവിശേഷം അവൻ അറിയിച്ചു. ഇത് ഈ അന്ത്യകാലത്തും തൻ്റെ ദാസന്മാരാൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകാന്ത്യം ആസന്നമായി, ഈ യുഗം കഴിയാറായി, രക്ഷയിൻ വാതിൽ പൂട്ടാറായി, നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. ഘോരമായുള്ളൊരു നാൾ വരുന്നേ, ഭൂമിയിൽ ആർനില നിന്നിടും, കോപത്തിയിൽ നീ വീഴാതെ ഈ രക്ഷ ഇന്നോ നീ നേടിയിടുക.
കൃപായുഗം ഇത് കൃപായുഗം, കൃപായുഗം ഇതു കൃപായുഗം. ആമേൻ.